ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. FC ബാഴ്സലോണയുടെ മധ്യനിരയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് പെഡ്രി. അദ്ദേഹം ഇല്ലെങ്കിൽ ആ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. മധ്യനിരയിലെ ഒരു നിർണായക ശക്തി തന്നെയാണ് പെഡ്രി. നമുക്കറിയാം, ലാസ് പാൽമസിൽ നിന്നും വളരെ ചെറിയ ഒരു തുകക്കായിരുന്നു പെഡ്രിയെ FC ബാഴ്സലോണ സ്വന്തമാക്കിയത്. പിന്നീട് അദ്ദേഹം നിർണായക ഘടകമായി മാറി എന്നുള്ളതാണ്. എന്നാൽ നേരത്തെ റയൽ മാഡ്രിഡിൻ്റെ ട്രയൽസിൽ പെഡ്രി പങ്കെടുത്തിരുന്നു. പക്ഷേ റയൽ അദ്ദേഹത്തെ ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. റയലിന്റെ നിലവാരത്തിനനുസരിച്ചുള്ള ഒരു താരമായിരുന്നില്ല പെഡ്രി. അതായിരുന്നു അതിന്റെ കാരണമായിക്കൊണ്ട് ക്ലബ്ബ് പറഞ്ഞിരുന്നത് എന്നാണ് പെഡ്രി ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ റയൽ മാഡ്രിഡിന്റെ ട്രയൽസിൽ പങ്കെടുത്തിരുന്നു, പക്ഷെ അത് ഒരൽപ്പം വിചിത്രമായി തോന്നി. കാരണം അവർ എന്നോട് പറഞ്ഞത് അവരുടെ നിലവാരത്തിന് അനുസരിച്ചുള്ള താരമല്ല ഞാൻ എന്നാണ്. അതോടെ എനിക്ക് വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. ഇതാണ് പെഡ്രി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം ലാസ് പാൽമസിൽ എത്തി, അതിനുശേഷം FC ബാഴ്സലോണയിൽ എത്തി എന്നുള്ളതാണ്. കഴിഞ്ഞ സീസണിൽ ഏവരെയും അത്ഭുതപ്പെടുത്തിയ പ്രകടനമാണ് പെഡ്രി നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാലൻഡിയോർ പുരസ്കാരം പെഡ്രി അർഹിക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ വരെ സജീവമായിട്ടുണ്ട്. ബാലൻഡിയോർ പുരസ്കാര പട്ടികയിലെ ആദ്യ സ്ഥാനങ്ങളിൽ തന്നെ ഈ താരത്തെ കാണാൻ കഴിയും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.